ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു കുഞ്ഞ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. കുഞ്ഞ ബോട്ടിൽ ഭയങ്കര ചെറിയ ബോട്ടിലല്ല, ഇതിൻ്റെ വലിയ ബോട്ടിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതിന് മുന്നേ. അപ്പോൾ ഇത് നമ്മുടെ കയ്യിലൊക്കെ ഒതുങ്ങാൻ പറ്റുന്ന ചെറിയൊരു ബോട്ടിൽ. അപ്പോൾ ഇതിൻ്റെ ടോപ്പൊക്കെ കളഞ്ഞ് നമ്മൾ ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളൊരു കുഞ്ഞ പരിപാടി ചെയ്യാൻ പോവാണ്. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു കുഞ്ഞ പാത്രം എടുക്കുക. അതിലേക്ക് ഫെവിക്കോൾ ഒഴിച്ചു കൊടുക്കുക. കുറച്ച് മതി. അതിലേക്ക് കുറച്ച് വെള്ളം, ഒരു ചെറിയ സ്പൂണിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്യുക. എന്നിട്ടൊന്ന് ലൂസ് ചെയ്തെടുക്കുക. എന്നുവെച്ചാൽ ഭയങ്കര വെള്ളമായി പോകരുത്. അപ്പോൾ എന്നിട്ട് ടിഷ്യൂ പേപ്പർ എടുക്കുക. ടിഷ്യൂ പേപ്പർ വളരെ ഒരു പീസ് എടുത്താൽ മതി കേട്ടോ, ഒരുപാട് എടുക്കേണ്ട. ഒരു ചെറിയ പീസ് എടുത്തിട്ട് ചെറിയ പീസ്, അതും വീണ്ടും ചെറിയ പീസ് ആക്കിയെടുക്കാം. എന്നിട്ട് നമ്മുടെ ഈ ബോട്ടിലിൻ്റെ കഴുത്ത് ഭാഗം ഉണ്ടല്ലോ, അവിടെ മാത്രം ആ ഒരു വളഞ്ഞിരിക്കുന്ന പോർഷൻ അവിടെ മാത്രം നമുക്ക് ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചെടുക്കാം. ഇനി ടിഷ്യൂ പേപ്പർ ഇല്ലെങ്കിൽ സാധാരണ ന്യൂസ് പേപ്പർ കുഞ്ഞു കഷ്ണങ്ങളാക്കുക. അല്ലെങ്കിൽ A4 സൈസ് ഷീറ്റ് പേപ്പർ ഉണ്ടല്ലോ, ആ ബുക്കിലെ ഷീറ്റ് പേപ്പർ ഉണ്ട്, അതായാലും മതി. കുഞ്ഞു പീസ് ആക്കണമെന്നേ ഉള്ളൂ, വളരെ ചെറിയ പീസ് ആക്കണമെന്നുള്ളൂ. ചെറിയ ബോട്ടിലൊക്കെ ചെയ്യുമ്പോൾ ചെറിയ പീസാക്കി എടുക്കാം. അപ്പോൾ ഈ കഴുത്തിൻ്റെ ഭാഗം മാത്രം നമുക്ക് ഒന്ന് പെട്ടെന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് പെട്ടെന്ന് ഒട്ടിച്ചെടുത്തു, പെട്ടെന്ന് ഉണക്കിയെടുത്തു. ഒന്ന് വെയിലത്ത് ജസ്റ്റ് ഒന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങിയെടുക്കാം, കാരണം അത്ര കട്ടിയിലല്ലല്ലോ നമ്മൾ ഒട്ടിച്ചത്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഒരു പരിപാടി എന്ന് വെച്ചാൽ ഡ്രൈ ക്ലേ അല്ലെങ്കിൽ മോൾഡിറ്റ് അല്ലെങ്കിൽ MC അല്ലെങ്കിൽ ഹോം മെയ്ഡ് ക്ലേ, ഇത് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഹോം മെയ്ഡ് ക്ലേ ഒക്കെ ഇതിന് മുന്നേ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മോൾഡിറ്റ് ആകുമ്പോൾ 20 രൂപയുള്ളൂ, 10 രൂപ അല്ല കേട്ടോ, 20 രൂപയുള്ളൂ. അപ്പോൾ അതാണെങ്കിലും എടുക്കാം. MC അതെടുക്കാം. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. അത് കുറച്ചെടുത്താൽ മതി, വളരെ കുറച്ചെടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ചുരുട്ടി നീളത്തിൽ ആക്കണം. അത് വളരെ ചെറിയ രീതി കട്ടി കുറച്ചിട്ടാക്കണം. എന്നിട്ട് ഒന്ന് ചുറ്റി കൊടുക്കുന്ന വെച്ചാൽ നമ്മുടെ തണ്ടുണ്ടല്ലോ, വള്ളികൾ, അപ്പോൾ വള്ളികൾ ഇങ്ങനെ ചുറ്റി കിടക്കുമല്ലോ, അപ്പോൾ അതുപോലെ ഒന്ന് ചുറ്റിയെടുത്ത് വെക്കണം. അതിന് ഫെവിക്കോൾ വെച്ച് ഞാൻ ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഈ മോൾഡിറ്റൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഒട്ടിക്കിട്ടും, അരമണിക്കൂർ പോലും വേണ്ട, പെട്ടെന്ന് ഒട്ടിക്കിട്ടും. ഇനി ഡ്രൈ ക്ലേ ഒക്കെ ആണെങ്കിൽ കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഒന്ന് ഫെവിക്കോളും കൊണ്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലെ കുഞ്ഞു വള്ളികൾ അവിടെ ഇവിടെയൊക്കെ ഒന്ന് ചുറ്റി വെച്ചിട്ട്, അതും നമ്മൾ ആ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചെടുത്ത് മാത്രമേ ചെയ്യുന്നുള്ളൂ, താഴത്തേക്ക് ചെയ്യുന്നില്ല. താഴത്തെ പോർഷൻ വെറുതെ ഇട്ടിരിക്കുകയാണ്. അതിന് മുകൾ ഭാഗം, കഴുത്ത് ഭാഗവും ആ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ച് ആ ഒരു ഭാഗം മാത്രം നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഈ ടിഷ്യൂ പേപ്പർ ഒട്ടിക്കുമ്പോൾ ഒരു വലിയ ഡിസൈനിലല്ല ഞാൻ താഴത്തേക്ക് ഇങ്ങനെ ഒട്ടിച്ചെടുക്കുന്നത്. കുറച്ച് ഭാഗം കയറിയും ഇറങ്ങിയൊക്കെ ഉള്ള രീതിയിലാണ് ടിഷ്യൂ പേപ്പർ കുപ്പിയിൽ ഒട്ടിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ ഒരു കുഞ്ഞു ബോൾസ് എടുക്കുക. കുഞ്ഞു ബോൾസ് എടുത്തിട്ട് ഓരോന്നും ഇങ്ങനെ കുഞ്ഞു ബോൾസ് ആക്കുക. എന്നിട്ട് കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് ബോളാക്കിയതിന് ശേഷം ഇതുപോലെ കൈയുടെ വെള്ളയിൽ വെച്ചിട്ട് ഒന്ന് പരത്തുക, ജസ്റ്റ് ഒന്ന് പരത്തുക. അപ്പോൾ ഇങ്ങനെ ഒരു മൊട്ട് പോലെ നമുക്ക് കിട്ടി. എന്നിട്ട് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു മൊട്ട് പോലെ നമുക്ക് പെറ്റലോ അല്ലെങ്കിൽ ഇലയോ ഒക്കെ പോലെ തോന്നിക്കുന്ന രീതിയിൽ കുഞ്ഞു സാധനം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. കുറച്ച് നിറച്ചിരുന്നോട്ടെ, ആ ഒരു എന്താ പറയുക, വള്ളികളിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിറച്ചിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് ബോളാക്കുക, ചെറിയ ബോളാക്കുക. എന്നിട്ട് കൈയുടെ വെള്ളയിൽ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു ഇലയോ അല്ലെങ്കിൽ ഒരു പെറ്റലോ ഒക്കെ പോലെ ഒരു മുട്ട് പോലെ നമുക്ക് കിട്ടും. അപ്പോൾ ഇതുപോലെ ഉരുട്ടി എന്നിട്ടൊന്ന് പ്രസ് ചെയ്യുക. കഴിഞ്ഞു. പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന പരിപാടിയാണ് ഇത്. നിറച്ച് നമ്മുടെ ആ കുപ്പിയുടെ ആ ഒരു ക്ലേ ഒട്ടിച്ചില്ലേ, വള്ളികൾ ഒട്ടിച്ചില്ലേ, ആ ഒരു ഭാഗം മൊത്തവും ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ആ ഒരു ഇലകളെല്ലായിടത്തും ഒട്ടിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ അതിൻ്റെ കുപ്പിയുടെ അടപ്പിൻ്റെ ഭാഗമുണ്ട്, അവിടെ ഇങ്ങനെ നമ്മൾ ക്ലേ വെച്ചിട്ടൊന്ന് ചുരുട്ടി ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ചുരുട്ടി എന്ന് പറയുമ്പോൾ ഉരുട്ടി ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അത് കുറച്ചായിട്ട് പോർഷൻ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിരിക്കുകയാണ്. ഓരോരോ ഉരുട്ടിയുള്ള ബോളുകൾ ചുരുട്ടിയിട്ട് വെച്ച് ഒട്ടിച്ചു കൊടുത്തു. ഇനി നമ്മൾ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചിരിക്കുന്ന വലിയ ഷേപ്പിലൊന്നും അല്ല, ഇങ്ങനെ കയറി ഇറങ്ങിയൊക്കെയാണ്. അത് അങ്ങനെ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും. അതൊന്ന് ചുളുക്കി ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ ഭംഗിയായിരിക്കും. ഇനി നമ്മുടെ സ്ഥിരം പരിപാടി, ഈ ഒരു ആൻറ്റിക് ചെയ്യാനായിട്ട് നമ്മൾ എപ്പോഴും ബ്ലാക്കാണ് യൂസ് ചെയ്യണത്. അപ്പോൾ അതുപോലെ തന്നെ ബ്ലാക്ക് കളർ യൂസ് ചെയ്ത് നമുക്ക് അക്രിലിക് പെയിൻറ്റോ അല്ലെങ്കിൽ ക്യാമലിൻ്റെ ഫെവിഗ്രില്ലോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫുള്ള് ക്ലേ ചെയ്ത ആ ഭാഗവും പിന്നെ ടിഷ്യൂവും ആ ഭാഗത്ത് മൊത്തം നമ്മൾ ബ്ലാക്ക് കൊടുത്ത് ചെയ്യുക. ഇനി ബ്രഷോ സ്പോഞ്ചോ ഏതാണെന്ന് വെച്ചാൽ ഉപയോഗിക്കുക കേട്ടോ. ബ്രഷ് അതിൻ്റെ ഇടയ്ക്കൊക്കെ ബ്ലാക്ക് കിട്ടണമെങ്കിൽ ബ്രഷ് കൊണ്ടൊന്ന് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇത് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം അടുത്ത പരിപാടി ചെയ്യാം.
അപ്പോൾ അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മൾ ഒരു ആൻറ്റിക് ലുക്കാണല്ലോ കൊടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് മെറ്റാലിക് ഷെയ്ഡോ അല്ലെങ്കിൽ പേൾ കളേഴ്സോ ഏതെങ്കിലും യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ഒരു ഗോൾഡ് മെറ്റാലിക് ഗോൾഡും അതുപോലെ പേൾ ഗ്രീനും എടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആ ഇലകളിലും കുറച്ച് ഡാർക്കായിട്ട് ആ ഒരു പേൾ കളറ് ഗ്രീൻ കൊടുക്കുക. നമ്മൾ തണ്ടുകൾക്ക് വലുതായിട്ടൊന്നും വേണ്ട, ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾ ആദ്യം ഞാൻ സ്പോഞ്ച് വെച്ചിട്ടൊന്ന് കൊടുത്തിട്ട് അത്ര ഇതുണ്ടായിരുന്നില്ല, കാരണം ബ്ലാക്ക് ശരിക്കും ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ആ ബ്ലാക്ക് കളർ നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രമേ അടുത്ത പരിപാടി ചെയ്യാവുള്ളൂ. ഇവിടെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, ബ്രഷ് കൊണ്ട് ഇലകൾക്ക് നല്ല കട്ടിക്ക് ഗ്രീൻ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വള്ളികൾക്ക്, അതായത് ആ ഒരു തണ്ടുകൾക്ക് ചെറുതായിട്ട് മാത്രം ഗ്രീൻ കൊടുത്താൽ മതി. ഭയങ്കര വലുതായിട്ട് കട്ടിക്ക് കൊടുക്കണ്ട, ചെറിയൊരു തണ്ടാണെന്ന് അറിഞ്ഞ് കിട്ടിയാൽ മതി കേട്ടോ. അപ്പം നമ്മൾ ഗ്രീൻ കളർ കൊടുത്തു, പേൾ ഗ്രീൻ കളർ. ഇനി നമുക്ക് ഭംഗി കൂട്ടാനായിട്ട് മെറ്റാലിക് ഷെയ്ഡായ നമ്മുടെ ഗോൾഡ് കളർ കൊടുക്കാം. ഗോൾഡൻ പൗഡറാണ് ഞാനിവിടെ യൂസ് ചെയ്യണേ. അത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അങ്ങോട്ട് തേച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതായത് ബ്ലാക്ക് ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, താഴത്തേക്കുള്ള ആ ഒരു ടിഷ്യൂ പേപ്പറിൻ്റെ അടുത്തും അതുപോലെ ആ തണ്ട് വരുന്ന ഭാഗവും ടോപ്പ്, അതായത് ആ ഒരു കഴുത്തിൻ്റെ അടപ്പ് ചെയ്യുന്ന ആ ഒരു ഭാഗവും ഒക്കെ നമ്മൾ കൊടുക്കുക. നല്ലൊരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടി നമ്മൾ കൈ കൊണ്ട് തന്നെ തേച്ചായിട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ എല്ലായിടത്തും നമ്മൾ ഗോൾഡൻ കളർ തേച്ച് കൊടുക്കുക. ഇതിപ്പോൾ പൗഡർ തേച്ച് കൈകൊണ്ട് ഇങ്ങനെ തുടച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇനി നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രം വാർണിഷ് അപ്ലൈ ചെയ്യാം. ഇവിടെ നമുക്ക് വുഡ് വാർണിഷ് യൂസ് ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. കയ്യിൽ അതുണ്ടെങ്കിൽ അതായാലും മതി, കാരണം ഇതൊരു ഗോൾഡൻ ബ്ലാക്ക് കളർ ഫിനിഷിംഗ് അല്ലേ, വൈറ്റ് ഒന്നും അല്ലല്ലോ. അപ്പോൾ ഇത് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ പരിപാടി കഴിഞ്ഞു. ആ ഗോൾഡൻ കളറും പേൾ കളറും ഒക്കെ നല്ല ഭംഗിയാകുന്നുണ്ട്. കുപ്പിയുടെ താഴെ നമ്മൾ ചെയ്യാത്തതുകൊണ്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇനി കുപ്പിയുടെ താഴെ പെയിൻ്റൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ തുണി കൊണ്ടൊന്ന് തുടച്ചാൽ മതിയാവും, വെള്ളം കൊണ്ട് തുടച്ചാൽ മതി. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. നല്ല ഭംഗിയാണ് കാണാൻ, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായം അറിയിക്കുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ, ബൈ.